ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിനീസ് കിച്ചൺ ഫ്യൂഷൻ. ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യൽ റെസിപ്പിയാണ് വെജ് കുറുമ. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ബെല്ലൈക്കൺ ഓളെന്ന് പ്രസ് ചെയ്യുക. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിൾ കുറുമ കുക്കറിലാണ് തയ്യാറാക്കേണ്ടത്. അതിനായി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് കറി ലീവ്സ് ചേർക്കണം. അതിനായിട്ട് ഒരു തണ്ട് കറി ലീവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം കറി ലീവ്സ് ചേർക്കാനായിട്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു പച്ചമുളക് കട്ട് ചെയ്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അടുത്തതായി 2 സവാള കട്ട് ചെയ്തത് ചേർക്കണം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായി ഒരു പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കണം. ഇനി ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഇതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. അവസാനമായി ഗരം മസാല 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ചെടുക്കാനുള്ള വെള്ളം ആഡ് ചെയ്യുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് ഒരു 4 വിസിൽ വരുന്നതിന് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങയും 10 കാഷ്യൂ നട്ട്സ് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്യുക. ഇത് തവി കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് സിമ്മോടിൽ തന്നെ വെച്ചിരിക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നിടം വരെ ലോ ഫ്ലെയിമിൽ വെക്കുക. തേങ്ങ അരച്ചത് ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ടേസ്റ്റിയും ഈസിയായി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.